Hi my dear students, welcome back to the Business Studies class. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റിംഗിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്, എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ ഒക്കെ സൂപ്പർവിഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അത്രയും പാഠഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കേട്ടോളുക. First, which one of the following is not an element of directing? Directing in the element allathathu edu? Options: planning, supervision, leadership, communication. Which one? Definitely planning. Others are elements of directing. അപ്പൊ ഇത്തരത്തില് എല്ലാ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ കാണും, 3 ഡയറക്റ്റിംഗിന്റെ എലമെന്റ്സ് തന്നിട്ട് ഒരെണ്ണം മറ്റെന്തെങ്കിലും തന്നിട്ട് അല്ലെ, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടേം ഡയറക്റ്റിംഗ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സാലിയന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഇപ്പം ഡയറക്റ്റിംഗിന്റെ മീനിങ്ങും അതിന്റെ പ്രിൻസിപ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് ഓർക്കുന്നില്ലേ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ഗീവ് റീസൺ. ഓഡ് വൺ എഴുതാൻ അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻസ്: മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, സ്റ്റാഫിംഗ്. ഏതാണ്? സ്റ്റാഫിംഗ് ആണ് അല്ലെ. അതുപോലെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇനി അത്തരത്തിലുള്ള ഞാൻ പറയുന്നില്ലേ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ്സ് ദ മാനേജേഴ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ്. അപ്പൊ മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ഷന്റെ പ്രിൻസിപ്പിൾസ് എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, directing function is regarded as the heart of the management process. Give reasons to support this statement. എന്താണ്? മാനേജ്മെന്റ് പ്രോസസിന്റെ ഹൃദയമെന്ന് ഡയറക്റ്റിംഗിനെ വിശേഷിപ്പിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എഴുതുക. എന്താ ഇവിടെ എഴുതേണ്ടത്? ഡയറക്ഷന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഇൻ എ ഗാർമെന്റ് മേക്കിംഗ് യൂണിറ്റ്, മിസ്റ്റർ മനോജ് ഈസ് ഓവർസീയിങ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ്. ഒരു ഗാർമെന്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റില് മനോജ് എന്ന് പറയുന്ന ആള് എംപ്ലോയീസിന്റെ, തൊഴിലാളികളുടെ വർക്കൊക്കെ മേൽനോട്ടം വഹിക്കുകയായിരുന്നു. നെയിം ദ എലിമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് മെൻഷൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഡയറക്ഷന്റെ എലമെന്റ് ഏതാണ്? എക്സ്പ്ലെയിൻ വൈ ഹിസ് റോൾ ഈസ് ഇമ്പോർട്ടന്റ് ടു ദ ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റോള് ഓർഗനൈസേഷൻ വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നോക്കിക്കേ, ഇവിടെ സൂപ്പർവിഷൻ എന്ന് പറയുന്ന വേടേ ഇല്ല. ഓവർസീയിങ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ്, ആ ഫംഗ്ഷൻ എന്താ പറയുന്നത്? സൂപ്പർവിഷൻ അല്ലെ. അപ്പൊ ഇവിടെ ഏത് എലമെന്റ് ആണ് ഡയറക്റ്റിംഗിന്റെ? സൂപ്പർവിഷൻ ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ റോൾ ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഐഡന്റിഫൈ ദ ഡെഫിനിഷൻ ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ the elements of it. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഡയറക്റ്റിംഗിന്റെ ഡെഫിനിഷൻ അല്ല പറയുന്നത്. ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ്, ഇതൊക്കെ എന്തിന്റെ എലമെന്റ് ആണ്? ഡയറക്ഷന്റെ എലമെന്റ്സ് ആണ് അല്ലെ. എന്നിട്ട് അതിന്റെ എലമെന്റ്സ് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കിട്ടും. പക്ഷെ 8 മാർക്കിന്റെ രീതിയിൽ എഴുതാൻ ആവശ്യമായ രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്തൊക്കെ ഭാഗങ്ങൾ എസ്ഐക്ക് ചോദിച്ചാൽ എഴുതണമെന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ഗീവ് റീസൺ. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ. വിച്ച് ഈസ് ദ ഓഡ് വൺ? ഡെഫിനറ്റ്ലി കോർഡിനേഷൻ അല്ലെ. അതേഴ്സ് ആർ എലിമെന്റ്സ് ഓഫ് ഡയറക്ഷൻ. ഇത്രയൊക്കെയാണ് അത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്? പ്രചോദനം അല്ലെ. മോട്ടിവേഷൻ മീൻസ് പ്രചോദനം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഗോൾസ് അല്ലെ. ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഡിസയേർഡ് ഗോൾ. ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണിതെന്ന് വിളിക്കുന്നത് മോട്ടിവേഷൻ അഥവാ പ്രചോദനം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് മോട്ടിവേഷൻ ഈസ് ഇന്നർ സ്റ്റേറ്റ് അല്ലെ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്. ഇനി അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒരു കഥയിലൂടെ കടന്നു പോകാം. അതായത് ഒരിടത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് ജൊഹാൻ എന്നായിരുന്നു. അവൻ ദിവസവും രാവിലെ അവന്റെ അച്ഛന്റെ കൂടെ ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റേഡിയത്തിൽ വരുമായിരുന്നു. ജൊഹാൻ കളിക്കുമ്പോൾ അവന്റെ അച്ഛൻ എന്നും സ്റ്റേഡിയത്തിന്റെ മുൻനിരയിൽ ആദ്യത്തെ റോയിലിരിക്കുമായിരുന്നു. ദിവസവും പ്രാക്ടീസ് ചെയ്യുമായിരുന്നെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ സ്കൂൾ ഫൈനൽ ടീമിൽ എത്തിപ്പെടാൻ ജൊഹാന് സാധിച്ചിരുന്നില്ല. എന്നും റിസർവ് ടീമിലായിരുന്നു ജൊഹാന്റെ സ്ഥാനം. അങ്ങനെയിരിക്കെ ഇന്റർ സ്കൂൾ ഫുട്ബോൾ കോമ്പറ്റീഷൻ ആരംഭിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജൊഹാൻ ഗെയിമിൽ പങ്കെടുത്തു. എന്നാൽ അടുത്ത 4 ദിവസങ്ങളിൽ ജൊഹാന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അവസാനത്തെ ദിവസം ജൊഹാൻ കോച്ചിനെ സമീപിച്ചു തന്നെ ഫൈനൽ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ താണു വീണ് അപേക്ഷിക്കുന്നു. എന്നാൽ കോച്ച് ആ അപേക്ഷ നിരസിക്കുന്നു. കാരണം അവനേക്കാൾ നല്ല ഒരുപാട് പ്ലേയേഴ്സ് ടീമിൽ ഉള്ളത് കാരണം പറഞ്ഞു നിന്നെ ഫൈനൽ ടീമിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇപ്പം ജൊഹാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് കോച്ചിന് പ്രോമിസ് നേടുകയാണ്, ഞാൻ ഇതുവരെ കളിച്ചിരുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ അവസാനം അവന്റെ നിശ്ചയദാർഢ്യമൊക്കെ കണ്ടതോടുകൂടി കോച്ച് അവനെ ഫൈനൽ ടീമിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. കളി ആരംഭിക്കുന്നു. ജൊഹാൻ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്നു. ജൊഹാന്റെ കളിയുടെ മികവില് ടീം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ജൊഹാൻ ആയിരുന്നു ആ കളിയിലെ മിന്നും താരം. കളി അവസാനിച്ചപ്പോൾ കോച്ച് ജൊഹാനെ അടുത്ത് വിളിച്ച് ചോദിച്ചു, മോനെ, നീ എങ്ങനെയാണ് ഇത്രയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ ഷോട്ടുകൾ അടിച്ചത്? ഇതിനു മുൻപ് ഒരിക്കലും നീ ഇതുപോലെ കളിച്ചു കണ്ടിട്ടില്ലല്ലോ, നിനക്കിത് എങ്ങനെ സാധിച്ചു എന്ന് അദ്ദേഹം അടുത്ത് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ജൊഹാൻ പറഞ്ഞു, സർ, എന്റെ അച്ഛൻ അന്ധനായിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഇന്നാണ് ആദ്യമായി എന്റെ അച്ഛൻ സ്വർഗത്തിലിരുന്ന് എന്റെ കളി കാണുന്നത്. ആ ഒരു വിശ്വാസം അതാണ് എന്നെ ഇത്തരത്തിൽ കളിക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് ഇന്ന് എന്റെ അച്ഛൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് എന്റെ കളി കാണുന്നുണ്ട്. ഇതിനു മുൻപെല്ലാം അച്ഛൻ അന്ധനായിരുന്നു, അച്ഛൻ എന്റെ കളി കാണുന്നില്ലല്ലോ എന്നായിരുന്നല്ലോ എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഇന്ന് എനിക്കറിയാം എന്റെ അച്ഛൻ സ്വർഗത്തിലിരുന്ന് എന്റെ കളി കാണുകയാണ്. ആ ഒരു വിശ്വാസമാണ് എന്നെ ഇത്തരത്തിൽ കളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മറുപടി പറഞ്ഞു. ഇവിടെ ജൊഹാന്റെ മിന്നുന്ന പ്രകടനത്തിന് പിന്നിലെ പ്രചോദനം എന്തായിരുന്നു? അവന്റെ ഉള്ളിലെ ആ ഇന്റേണൽ ഫീലിംഗ് അല്ലെ, അവന്റെ ആ വിശ്വാസം അല്ലെ, അവന്റെ അച്ഛൻ കളി കാണുന്നുണ്ടെന്നുള്ള ആ ഇന്റേണൽ ഫീലിംഗ്, അതാണ് അവനെ വിജയത്തിലേക്ക് നയിച്ചത്. അപ്പം എന്താണ് അവന്റെ അവൻ അവിടെ എന്താണ് ലഭിച്ചിരിക്കുന്നത്? അവനൊരു മോട്ടിവേഷൻ ആയിരുന്നു അല്ലെ. അപ്പം അച്ഛൻ കളി കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ചിന്തയാണ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായി കളിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. മോട്ടിവേഷൻ അല്ലെ. മോട്ടീവ് ഈസ് ഇന്നർ സ്റ്റേറ്റ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ്. ഡ്രൈവ് or impulse that energizes, activate and directs individual to achieve certain goals. അതായത് ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുന്ന അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രേരകമാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഈസ് കോൾഡ് മോട്ടിവേറ്റർ. അപ്പൊ ആളുകളെ ഇത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മോട്ടിവേറ്റർ എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ടെക്സ്റ്റിലേക്ക് പോകാം. നോക്കുക, മോട്ടിവേഷൻ. ആദ്യം ഇതിന്റെ മീനിങ് ആണ്. ഇത് ഈ പാരഗ്രാഫ് മുഴുവനും എഴുതണം മീനിങ് ആയിട്ട്. മോട്ടിവേഷൻ മീൻസ് incitement or inducement to act or move. എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരണ നൽകുകയോ ചെയ്യുക എന്നാണ് ഇതിന്റെ അർത്ഥം. മീൻസ് ഇൻസൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രേരിപ്പിക്കുക. ഓർ ഇൻഡ്യൂസ്മെന്റ്, പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്നതിനാണ് ഇതെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്.
In the context of an organization, it means the process of making subordinates to act in a desired manner to achieve certain organizational goals. ഒരു ഓർഗനൈസേഷന്റെ പശ്ചാത്തലത്തിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഉതകുന്ന രീതിയിൽ കീഴ് ജീവനക്കാരെ പ്രാപ്തരാക്കി എടുക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം എന്ന് നമുക്ക് പറയാം. ഇനി ഈ മോട്ടിവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റു ചില 2-3 പദങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതില് ഒന്നാമത്തേത് 3 ടേമുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, മോട്ടീവ്. ഇതിന്റെ ഇവിടം വരെയാണ് നിങ്ങൾ നോട്ടിലോട്ട് എഴുതേണ്ടത്. ഇത്രയും എഴുതിയാൽ മതി. എന്താണ് മോട്ടീവ് എന്ന് നോക്കാം. മോട്ടീവ്, പ്രേരക. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരക. എ മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ദാറ്റ് എനർജൈസസ്, ആക്ടിവേറ്റ്സ് ഓർ മൂവ്സ് ആൻഡ് ഡയറക്ട്സ് ബിഹേവിയർ ടുവേർഡ്സ് ഗോൾസ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നയിക്കുന്ന ഒരു ഉൾപ്രേരണയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മുടെ ജോഹാന്റെ ഉൾപ്രേരണ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ. അവന്റെ അച്ഛൻ കളി കാണുന്നുണ്ടെന്നുള്ള ആ വിശ്വാസം, അതായിരുന്നു അവനെ വിജയത്തിലേക്ക് നയിച്ചത്, അല്ലെ? മോട്ടീവ്സ് അറൈസ് ഔട്ട് ഓഫ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഈ വ്യക്തികളുടെ ആവശ്യങ്ങളിൽ നിന്നാണ് മോട്ടീവ്സ് ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത്. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളിൽ നിന്നാണ് ഈ മോട്ടീവ്സ് അറൈവ് ചെയ്യുന്നത്. ഇതിനാണ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ്, മോട്ടിവേഷൻ. ഇത് മുഴുവനും എഴുതണം. നമുക്ക് ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുമ്പോഴൊക്കെ മോട്ടിവേഷന്റെ മീനിങ് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് പറ്റിയ നല്ലൊരു മീനിങ് ആണ് തന്നിരിക്കുന്നത്. മോട്ടിവേഷൻ മീൻസ് പ്രചോദനം. Motivation is the process of stimulating people to action to accomplish desired goals. Motivation depends upon satisfying needs of people. എന്താണ് പ്രചോദനം? ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വ്യക്തികളെ പ്രവൃത്തി ചെയ്യാൻ ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം. അതായത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആളുകളെ ജോലി ചെയ്യാൻ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രചോദനം എന്ന് പറയുന്നത്. പ്രചോദനം ജനങ്ങളുടെ തൃപ്തികരമായ ആവശ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫൈങ് നീഡ്സ് ഓഫ് പീപ്പിൾ. അപ്പൊ ആളുകളുടെ തൃപ്തികരമായ ആവശ്യങ്ങളെ ആശ്രയിച്ചാണ് മോട്ടിവേഷൻ ഇരിക്കുന്നത്. അതാണ് മോട്ടിവേഷൻ എന്ന പദത്തിന്റെ അർത്ഥം. നമ്മൾ 2 ടേം പഠിച്ചു. ഒന്ന് മോട്ടീവ്, മോട്ടീവ് മീൻസ് പ്രേരക. 2 മോട്ടിവേഷൻ മീൻസ് പ്രചോദനം. തേർഡ് ടേം മോട്ടിവേറ്റേഴ്സ്, പ്രചോദകങ്ങൾ. മോട്ടിവേറ്റർ മീൻസ് പ്രചോദകങ്ങൾ. മോട്ടിവേറ്റർ ഈസ് ദി ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ പ്രചോദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ അഥവാ ടെക്നിക്കുകൾ, അതിനാണ് പ്രചോദകങ്ങൾ അഥവാ മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. മാനേജേഴ്സ് യൂസ് ഡൈവേഴ്സ് മോട്ടിവേറ്റേഴ്സ് ലൈക്ക് പേ, ബോണസ്, പ്രൊമോഷൻ, recognition, praise, responsibility, etc. in the organization to influence people to contribute their best. വ്യക്തികളിൽ നിന്ന് മികച്ച പ്രകടനങ്ങൾ ലഭിക്കുന്നതിനായി ശമ്പളം, ലാഭവീതം, സ്ഥാനക്കയറ്റം, അംഗീകാരം, പ്രശംസ, അധികാര ഉത്തരവാദിത്തം തുടങ്ങിയവയെല്ലാം സാധാരണ നൽകുന്ന മോട്ടിവേറ്റേഴ്സ് ആണ്, അല്ലെ? അപ്പൊ ഇതെല്ലാം ഓർഗനൈസേഷനിൽ മാനേജേഴ്സ് ഉപയോഗിക്കുന്ന മോട്ടിവേറ്റേഴ്സ് ആണ്. അതായത് കൂടുതൽ പേ കൊടുക്കുക, ബോണസ് നൽകുക, പ്രൊമോഷൻ നൽകുക, റെക്കഗ്നിഷൻ കൊടുക്കുക, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആളുകൾ കൂടുതൽ പ്രചോദിതരാകും. അപ്പൊ ഇത്തരത്തില് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന
ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾക്ക് അല്ലെങ്കിൽ തന്ത്രങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ഒരു പാരഗ്രാഫ് കേട്ടോ, ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ എഴുതണം, ഇവിടം വരെയുള്ള മുഴുവൻ എഴുതണം. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും കൂടി ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കാം. ഫസ്റ്റ് അപ്പൊ ഇൻട്രൊഡക്ഷൻ മോട്ടിവേഷൻ എന്താണെന്ന് ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ മോട്ടിവേഷൻ എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് ഫീച്ചേഴ്സ് എഴുതുക. ഫസ്റ്റ്, മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. ഇതൊരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് വേണം ഇനിയുള്ള എക്സ്പ്ലനേഷൻ എഴുതാൻ കേട്ടോ. അപ്പം എന്താണ് മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫീച്ചേഴ്സ് ആണ്, ഇതൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചു തരുന്നിടം വരെ എഴുതുക. ഇവിടം വരെ അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. എന്താണ് പ്രചോദനം എന്ന് പറയുന്നത്? ഒരു ആന്തരിക വികാരമാണ്. ദി urge, drives, desires, aspirations, striving or needs of human being which are internal influence human behavior. Urge means വ്യഗ്രത, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അഭിലാഷങ്ങൾ, അതുപോലെ മനുഷ്യന്റെ കഠിന പ്രയത്നം, ഇവയെല്ലാം മനുഷ്യന്റെ ആന്തരികമായിട്ടുണ്ടാകുന്ന തോന്നലുകളാണ് അല്ലെ. ഇതെല്ലാം ഇന്നർ അല്ലെങ്കിൽ ഇന്റേണൽ ഫീലിങ്സ് ആണ്. ഇവയെല്ലാം മനുഷ്യന്റെ പെരുമാറ്റത്തെ ഏറെ സ്വാധീനിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്ത് ഫീലിംഗ് ആണ് നമുക്ക് പറയാം? ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ്. നമ്മൾ ജോഹാന്റെ കഥ കേട്ടില്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവല്ലോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ ഫീലിംഗ് ആണ്. എവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇത് എഴുതണ്ട. ഫോർ എക്സാമ്പിൾ, അതായത് people may have the urge or desire for possessing a motorbike, comfortable house, reputation in the society. These urges are internal to an individual. അതായത് ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുക, നല്ലൊരു വീട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശസ്തി, അംഗീകാരം എന്നിവയെല്ലാം നേടിയെടുക്കാൻ ആളുകൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ. നമുക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങളാണ്. ഒരു നല്ല ജോലി, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം എന്താണ്? ഒരു വ്യക്തിയുടെ ആന്തരിക ഘടകങ്ങളല്ലേ. ഇതെല്ലാം ഇന്റേണൽ ആയിട്ടുള്ള ഓരോ ഫീലിങ്സ് അല്ലേ നമ്മുടെ. സോ മോട്ടിവേഷൻ ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. നെക്സ്റ്റ് പോയിന്റ്, അടുത്തത് ഇത് മുഴുവൻ എഴുതേണ്ടി വരും. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. പ്രചോദനം ലക്ഷ്യോന്മുഖ സ്വഭാവം ഉത്തേജിപ്പിക്കുന്നു. For example, the promotion in the job may be given to employee with the objective of improving his performance. എന്താണ്? അതായത് ജീവനക്കാർക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാല് അവരുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും എന്ത് ഇൻക്രീസ് ചെയ്യും? കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യും അല്ലെ. അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്തെന്നാൽ തനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമെന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പോളിസി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്കാർ എങ്ങനെ പ്രവൃത്തി ചെയ്യും? വളരെ കാര്യക്ഷമമായിട്ട് പ്രവൃത്തി ചെയ്യും അല്ലെ. അപ്പൊ if the employee is interested in promotion, it helps to produce a behavior to improve performance. അപ്പൊ ഇത്തരത്തില് ജീവനക്കാർക്ക് പ്രൊമോഷൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു പെരുമാറ്റം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രചോദനം ലക്ഷ്യോന്മുഖ സ്വഭാവത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പൊ അത് മുഴുവനും വേണം, എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്, അന്നേരമാണ് അത് പൂർണ്ണമാവുകയുള്ളൂ. നെക്സ്റ്റ്, മോട്ടിവേഷൻ ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിന്റെയും എക്സ്പ്ലനേഷൻ മുഴുവൻ എഴുതണം. അതായത് പ്രചോദനം അനുകൂലമോ പ്രതികൂലമോ ആകാം, പോസിറ്റീവോ ആകാം നെഗറ്റീവോ ആകാം. പോസിറ്റീവ് മോട്ടിവേഷൻ പ്രൊവൈഡ്സ് positive rewards like increase in pay, promotion, recognition, etc. എന്താണ് പോസിറ്റീവ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടായിരിക്കും. അതായത് കൂടുതൽ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് അല്ലേ. ആൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നു, അപ്പൊ അതുവഴി മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കുന്നു, സ്ഥാനക്കയറ്റം കൊടുക്കുന്നു, അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നു. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവന്റെ ഫോട്ടോ ഒക്കെ ഓർഗനൈസേഷനിൽ വെക്കുന്നു, എന്നിട്ട് ഒരു പ്രശംസാ പത്രമൊക്കെ അല്ലെങ്കിൽ ഒരു അവാർഡൊക്കെ കൊടുത്ത് അനുമോദിക്കുന്നു, റെക്കഗ്നിഷൻ കൊടുക്കുന്നു.
അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ് അല്ലെ. ഇനി അതുപോലെ തന്നെ മോട്ടിവേഷൻ നെഗറ്റീവ് രീതിയിലും മോട്ടിവേറ്റ് ചെയ്യാം അല്ലെ. അതായത് പ്രതികൂലമായിട്ടുള്ള പ്രചോദനത്തിൽ വരുന്ന എന്തൊക്കെയായിരിക്കും? പണിഷ്മെന്റ് കൊടുക്കുക അല്ലെ. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷിക്കുക. അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ യൂസേഴ്സ് നെഗറ്റീവ് മീൻസ് ലൈക്ക് പണിഷ്മെന്റ്, സ്റ്റോപ്പിംഗ് ഇൻക്രിമെന്റ്സ്, ത്രെട്ടനിങ് എക്സെട്ര വിച്ച് ഓൾസോ മേ ഇൻഡ്യൂസ് എ പേഴ്സൺ ടു ആക്ട് ഇൻ ദ ഡിസൈർഡ് വേ. അപ്പൊ ഈ ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷനകത്ത് ശിക്ഷാ നടപടികൾ കൊടുക്കും, ഭീഷണി കൊടുക്കും, ശമ്പള വർധനവ് തടയും, ഇൻക്രിമെന്റ് കൊടുക്കുന്ന ഓരോ വർഷവും ഇൻക്രിമെന്റ് കൊടുക്കാറുണ്ട് എംപ്ലോയീസിന്. അപ്പൊ അത് തടയും. ഒരു വർഷം 2 വർഷത്തേക്കിന് ഇൻക്രിമെന്റ് കൊടുക്കില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പേടി മനസ്സിൽ കടക്കുകയാണെങ്കിലും എംപ്ലോയി എന്ത് ചെയ്യും? ഭംഗിയായിട്ട് ഇത്തരത്തില് പണിഷ്മെന്റും ഇങ്ങനെ ഇൻക്രിമെന്റ് കട്ടാകാതിരിക്കാനൊക്കെ ഉള്ള രീതിയിൽ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അതും ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയിയെ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് സാധിക്കും. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാകാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ടെസ്റ്റ് പേപ്പർ എഴുതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അതിൽ കുറച്ച് പേര് ഫെയിലായി. അപ്പൊ അവരെ ഞാൻ 2 രീതിയിൽ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാം. എന്താണ്? ഒന്നുകിൽ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് തലോടി അടുത്ത ടെസ്റ്റ് കൂടുതലായിട്ട് മാർക്ക് മേടിക്കുക, നമുക്കിത് പോട്ടെ, സാരമില്ല എന്ന് പറയുന്ന രീതിയിൽ എനിക്കൊരു പ്രചോദനം കൊടുക്കാം, അടുത്തതിന് കൂടുതൽ മേടിക്കാന്ന് പറഞ്ഞു. ഇനിയല്ല, അപ്പൊ തന്നെ എനിക്ക് പേപ്പർ തരുമ്പോ തന്നെ 2 അടിയും വെച്ച് തന്നു, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അങ്ങനെയും പറയാം. അപ്പൊ ഈ 2 രീതിയിലും ചെയ്യുമ്പോൾ ചിലരെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ടെസ്റ്റ് പേപ്പർ ആകുമ്പോഴത്തേക്കിനും അവർ പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചിരിക്കും. അടി കിട്ടിയ കുട്ടിയും മാർക്ക് മേടിച്ചിരിക്കും, ഞാന് തലോടി പറഞ്ഞ കുട്ടിയും മാർക്ക് മേടിച്ചിരിക്കും. അപ്പൊ ഇത്തരത്തിൽ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു ഫീച്ചർ. നെക്സ്റ്റ്, അപ്പൊ ഇതിന്റെ അകത്തെ മോട്ടിവേഷൻ ക്യാൻ ബി either പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അടുത്തത്, മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് as the individuals are heterogeneous in their expectations, perceptions and reactions. Any type of motivation may not have uniform effect on all the members. ഇതിനൊരു ഹെഡിങ് കൊടുക്കാം. മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ് എന്ന ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതാം. ഇവിടെ എന്താ പറയുന്നത്? അതായത് വ്യക്തികള് അവരുടെ പ്രതീക്ഷകളിലും അവബോധങ്ങളിലും പ്രതികരണങ്ങളിലും വൈവിധ്യമാർന്നവരാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ പ്രചോദനം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. ഓരോ വ്യക്തികളുടെ പ്രതീക്ഷകളും അവരുടെ ബോധങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ വ്യക്തിയും ഡിഫറെന്റ് അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള പ്രചോദനവും എല്ലാവരിലും ഒരേപോലെ ഫലവത്തായിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ മോട്ടിവേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരേ ടെക്നിക്ക് എല്ലാ എംപ്ലോയീസിനും അപ്ലൈ ചെയ്താൽ ശരിയാവോ? ഇല്ല. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഡിഫറെന്റ് ആളുകൾക്ക് പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രക്രിയയാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് പറയാം. ഇത്രയാണ് മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ്. അതായത് ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്, ഇറ്റ് പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, ഇറ്റ് ക്യാൻ ബി either പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാനുള്ള മാസ്ലോയുടെ ഒരു നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭംഗിയായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.